ജോലി തേടി ഗൾഫിലെത്തിയ ഒരു 18കാരൻ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തിയ കഥയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ദ ഡേ 6 ഓഫ് 100 Days 100 Brand Stories. MA യൂസഫ് അലി. ആ പേര് കേൾക്കാത്ത മലയാളികൾ ചുരുക്കമാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. വർഷം 1973. ജോലി തേടി കേരളത്തിലെ യുവാക്കൾ ഗൾഫിലേക്ക് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടം. അങ്ങനെ ഇരിക്കെ 18കാരനായ യൂസഫ് അലിയും ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു. തന്റെ ബന്ധുവിന്റെ കടയിലേക്ക് ജോലി തേടി അബുദാബിയിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ യാത്ര. യൂസഫിന്റെ അച്ഛൻ ഒരു ചെറിയ കടയുടമയായിരുന്നു. ഇത് കണ്ടു വളർന്ന യൂസഫിന് ബിസിനസ്സിനോട് അതിയായ താല്പര്യമുണ്ടായി. ശേഷം അബുദാബിയിലേക്ക് നീങ്ങിയ അദ്ദേഹം ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തു. തന്റെ 34-ാം വയസ്സിൽ ആ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെയും ആ ബിസിനസിന്റെയും വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല. ഗൾഫ് യുദ്ധവും സാമ്പത്തിക തകർച്ചയും യുവാക്കൾ ഗൾഫ് വിട്ടുപോകുന്ന സാഹചര്യത്തിലും അദ്ദേഹം UAEയുടെ വളർച്ചയിൽ 100% വിശ്വാസം അർപ്പിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു. ഈ വിശ്വാസം അവിടുത്തെ രാജകുടുംബങ്ങളെ പോലും അതിശയിപ്പിക്കുകയും അതുവഴി അദ്ദേഹത്തിന് അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. 64,000 കോടി വാർഷിക വരുമാനമുള്ള ഒരു റീറ്റെയിൽ സാമ്രാജ്യമായി ലുലു ഗ്രൂപ്പ് ഇന്ന് മാറിയിരിക്കുന്നു. ട്രഡീഷണൽ രീതിയിലൂടെ കടന്നുവന്ന് റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാക്കിയ ലുലു ഗ്രൂപ്പ് എപ്പോഴും പുതിയ രീതികൾക്കനുസരിച്ച് മാറി വാല്യൂ സിസ്റ്റം ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ പ്രോപ്പർ രീതിയിൽ നടത്തുന്നു. ഇതാണ് ഈ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ വിജയരഹസ്യം. ഇതുപോലുള്ള ബിസിനസ് സ്റ്റോറീസിനായി ബ്രീത്ത് ഇന്നോവേഷൻസ് ഫോളോ ചെയ്യുക. ആൻഡ് സീ യു അൺടിൽ നെക്സ്റ്റ് പാർട്ട്.